കണ്ണൂർ റേഞ്ച് ഡിഐജി GH യതീഷ് ചന്ദ്ര കുടുംബത്തോടൊപ്പം അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തി. ഇക്കരെ കൊട്ടിയൂരിലെയും അക്കരെ കൊട്ടിയൂരിലെയും സുരക്ഷാ സംവിധാനങ്ങൾ ഡിഐജി പരിശോധിച്ചു. കണ്ണൂർ റേഞ്ച് ഡിഐജി GH യതീഷ് ചന്ദ്ര കുടുംബത്തോടൊപ്പം അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തി. ഇക്കരെ കൊട്ടിയൂരിലെയും അക്കരെ കൊട്ടിയൂരിലെയും സുരക്ഷാ സംവിധാനങ്ങൾ ഡിഐജി പരിശോധിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അക്കരെ സന്നിധിയിൽ ദർശനം നടത്തിയ ശേഷം യതീഷ് ചന്ദ്ര പറഞ്ഞു. ടോട്ടൽ 49 പോയിന്റുകളിൽ നിർദ്ദേശം നമ്മുടെ പോലീസ് ഉൾപ്പെടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു റിവ്യൂ നമ്മൾ ചെയ്തു. അത് കൂടെ ദർശനം ചെയ്തു. റിവ്യൂ ചെയ്തപ്പോൾ ഒരു 90% മാക്സിമം എല്ലാം പാലിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിലും ഡസ്റ്റ്ബിൻസ് ഉണ്ട്. പിന്നെ റോഡിന് സൈഡിൽ ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ട്. ട്രാഫിക് സ്മൂത്താണ്, പാർക്കിംഗ് വളരെ സ്മൂത്താണ്. പിന്നെ ഇവിടുത്തെ നോക്കിയാൽ നല്ല ക്യൂ സിസ്റ്റം എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് മെയിൻ ആവശ്യമുള്ളത് നമ്മുടെ ഭക്തന്മാർ സ്ലിപ്പേഴ്സ് എവിടെയോ അവിടെ തോന്നുന്നത് വെച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബേസിക്കലി ഇത് ടെമ്പിൾ ആയതുകൊണ്ട് ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. സോ ടെമ്പിളിൽ നമ്മളെല്ലാവരും ഒരു ക്ലോക്ക് റൂംസ് അതിൽ തന്നെ സ്ലിപ്പേഴ്സ് വെക്കണം. പിന്നെ ബാക്കിയുള്ള ക്ലീൻലിനെസ് നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകണം. പാർക്കിംഗ് എന്തെങ്കിലും സമസ്യ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോലീസിന് ഔട്ട് പോസ്റ്റ് അവിടെ കൃത്യമായ ഒരു ലോജിക് വെച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ ഞങ്ങളത് ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. കന്നഡ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. 600 പോലീസ് ഉദ്യോഗസ്ഥരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച 1.5 ലക്ഷത്തിലധികം പേർ കൊട്ടിയൂരിൽ വന്നുപോയിട്ടുണ്ട്. പക്ഷേ വലിയ തിരക്ക് തോന്നിയില്ല. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അത്ര അധികം ആളുകൾ വന്നില്ല. ശരാശരി 70,000 പേരാണ് വന്നത്. ബുധനാഴ്ച 1.7 ലക്ഷം ആളുകളാണ് വന്നത്. ദിവസവും ശരാശരി 8,000-10,000 വണ്ടികൾ വന്നു പോകുന്നുണ്ട്. ശനി ഞായർ ദിവസം കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും യതീഷ് ചന്ദ്ര പറഞ്ഞു. ജില്ലാ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും കൊട്ടിയൂരിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.